അതിനകത്ത് നമ്മൾ ഞാൻ ശ്രദ്ധിച്ച കാര്യമുള്ളൂ, കവിത നല്ല കവിതയായിരുന്നു. അതിന് ഒരു രാഗവും താളവുമുണ്ട്. ഞാൻ ഇച്ചിരി സംഗീതമൊക്കെ പണ്ട് സെമിനാരിൽ പഠിച്ചിരുന്നതൊക്കെ എനിക്കറിയാം. അപ്പോൾ രാഗവും താളവുമുണ്ട്. ഓരോ പാട്ടിൻ്റെ സ്വഭാവത്തിനും പറ്റിയ രാഗങ്ങൾ കണ്ടുപിടിക്കും. ഉണ്ട് സാധനം അറിയാവുന്നത് അറിയത്തുള്ളൂ, അല്ല കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ ഓരോ പാട്ടും ചെയ്യുമ്പോൾ അത് ജനത്തിനും കൂടി പാടാറുണ്ട്. പക്ക ക്ലാസിക്കലായിട്ട് നമ്മൾ പാടും. പരിശുദ്ധാത്മാവിൻ്റെ വെള്ളം പക്ക ക്ലാസിക്കൽ. എന്നാലും നമ്മുടെ ആവശ്യത്തോടെ പാടും. അത് വേറെ കാര്യം. അന്ന് കരുതിയില്ല, ജനത്തിനോട് ബന്ധപ്പെട്ട ജനത്തിൻ്റെ നമുക്ക് പറഞ്ഞതുപോലെ വിരഹഗാനങ്ങളും പ്രണയഗാനങ്ങളും ഒക്കെ പറഞ്ഞതുപോലെ ഓരോ അവസരത്തിൽ ചേർന്ന ഗാനങ്ങൾ നമ്മൾ എഴുതിയുണ്ടാക്കപ്പെടാണ്. കുടുംബഗീതങ്ങൾ, അർപ്പണഗീതങ്ങൾ, അങ്ങനെയൊക്കെ പിന്നെ കുരിശിൻ്റെ ചിന്ത, അങ്ങനെ കുറേ തീമാറ്റിക്കായിട്ട് ദുഃഖം, സങ്കടം, ഇതൊക്കെ ഇങ്ങനെയാണ് ഗാനമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയ പദങ്ങളൊക്കെ നേരത്തെ ഞാൻ സജീവിച്ചത്, അല്ലെങ്കിൽ ഇതിന് പറ്റിയ പദങ്ങൾ ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് ചേർന്ന വരികൾ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കും. ആ വരികൾക്കുള്ളിൽ പദങ്ങൾ ഏറ്റവും ഒഴുക്കുള്ളത് അഭ്യർത്ഥിച്ച് പറഞ്ഞതാണ്. ഇതൊക്കെ ഒഴുക്കുള്ള പദങ്ങൾ, അതിൻ്റെ അളവ്, സംഗീതമാണ് അതിനുവേണ്ടി അളവ്, ഇതൊക്കെ കണക്കാക്കി വളരെ ശാസ്ത്രീയമായിട്ട് കാര്യം ചെയ്തു. അതിനകത്തൊക്കെ ഒരു സന്ദേശമുണ്ട്.